രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ 65. ഒരു കിലോ ചിക്കൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റിൽ വയ്ക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1.5 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇത് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, നല്ല ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ഇനി ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു വേണം ഫ്രൈ ചെയ്യാൻ.
8-9 മിനിറ്റ് നേരമെങ്കിലും ഫ്രൈ ചെയ്യണം. ചിക്കൻ ഒത്തിരി മൂത്തു പോവുകയും ചെയ്യരുത്. ഇപ്പോൾ ചിക്കൻ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തേതും ഫ്രൈ ആയിട്ടുണ്ട്. ഇതും കോരിയെടുക്കാം.
ഒരു പാൻ വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു 5 പച്ചമുളക് കീറിയത് ചേർത്ത് വഴറ്റുക. ഇനി ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്ത് വഴറ്റാം. അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് വഴറ്റുക. ഇത് കളറിന് വേണ്ടിയാണ്. 3 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ് ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കുക. ചില്ലി ഗാർലിക് സോസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി എല്ലാം ഒന്ന് നന്നായി വഴറ്റുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം വയ്ക്കുക. ഒരു 2 മിനിറ്റ് നേരം വയ്ക്കുക. ഇപ്പോൾ ചിക്കൻ 65 റെഡിയായിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഒരല്പം മല്ലിയില അരിഞ്ഞത് ഇതിൻ്റെ മുകളിലിട്ട് ഗാർണിഷ് ചെയ്യുക. ചിക്കൻ പുറമേ ഫ്രൈ ആയും ഉള്ളിൽ ജ്യൂസി ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വേണം ഇത് തയ്യാറാക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.